Hello everybody. Good day children. എല്ലാവർക്കും നല്ലൊരു ദിവസം ടീച്ചർ ആശംസിക്കുന്നു. Hope you have done the paragraphs that we had discussed in the earlier class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Did you do the activities that I gave you to write? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാൻ തന്ന ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്തോ? The first one was a conversation between Till and the Archduke. Did you do it, children? ഒന്നാമത്തെ ആക്ടിവിറ്റി അവർ തമ്മിലുള്ള സംഭാഷണമായിരുന്നു. Yes, tell me. I have told you to write 5 exchanges between Till and the Archduke. അപ്പോൾ ടില്ലും ആർച്ച് ഡ്യൂക്കും തമ്മിലുള്ള സംഭാഷണം, അതായത് ഒരു 5 വട്ടം 5 ചോദ്യങ്ങളോ 5 ഉത്തരങ്ങളോ എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നത്. I hope that you have written them. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And there was one more activity that I gave you. അതുപോലെ വേറൊരു ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിരുന്നു. Informing the public about Till's appointment as the court painter in the palace of Archduke. ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരം ചിത്രകാരനായിട്ട് നിയമിച്ച ടില്ലിനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്, ഒരു അറിയിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിരുന്നു. Did you do it? Yes, be frank. You might have taken the help of your English teacher to write it. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്തില്ലേ? ചെയ്തതിന് ശേഷം നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറുടെ സഹായത്തോടെ കറക്ഷൻ വരുത്തുക. Okay. Now let me refresh you to the paragraphs that we had already done. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നമുക്കൊന്നും കൂടി റിഫ്രഷ് ചെയ്യാം, അതായത് ഒന്നും കൂടി ഓർമ്മിച്ചെടുക്കാം. So Till Eulenspiegel, who is an artist, he reaches the palace of Battenberg. ടില്ല് ഒരു ചിത്രകാരനാണ്. അദ്ദേഹം ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിൽ എത്തിപ്പെട്ടു. And then he is stopped by captain of the guards. അവിടുത്തെ സെക്യൂരിറ്റി അവനെ തടഞ്ഞു നിർത്തി. Because he and his donkey, both of them look like loafers. കാരണം അവനും അവൻ്റെ കഴുതയും കാഴ്ചയിലൊരു ഊരുതണ്ടിയെ പോലെ അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ പോലെ ആയിരുന്നു. But then when captain of the guards understands or ക്യാപ്റ്റന് മനസ്സിലായി അത് ആരാണ് വന്നതെന്ന്. realizes that Till has come from Flanders, immediately his impression changes because the Flemish painters had great relevance all over Europe. കളങ്കമില്ലാത്ത പെയിൻറ്റിങ്ങും യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു പെയിൻറ്ററും ആയ അദ്ദേഹം ഫ്ലാൻഡേഴ്സിൽ നിന്ന് വന്ന അദ്ദേഹത്തിനെ കണ്ടപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോൾ വടൻ്റെ അല്ലെങ്കിൽ ഗാർഡൻ്റെ മനസ്സ് മാറി. So Till is given permission to see the Archduke. അങ്ങനെ ടില്ലിനെ ആർച്ച് ഡ്യൂക്കിനെ കാണാൻ അനുവാദം കിട്ടി. And Till is a very brave and shows courtesy to the king, and he salutes the king 3 times. ടില്ല് ധൈര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിനയം രാജാവിനെ അറിയിക്കാൻ വേണ്ടി 3 പ്രാവശ്യം സല്യൂട്ടൊക്കെ ചെയ്തു. And then he presents the portrait to the king. So what was the present? It was the present of Our Lady the Virgin in her royal robes. റോയൽ റോബ്സിലെ ഒരു കന്യകയുടെ ചിത്രം, ഒരു പോർട്രേറ്റ് രാജാവിനെ സമ്മാനിക്കുകയും ചെയ്തു. And the portrait or the painting was very much liked by the Archduke. ആർച്ച് ഡ്യൂക്കിന് പെയിൻറ് വളരെയധികം ഇഷ്ടപ്പെട്ടു. The Archduke was greatly impressed that Archduke immediately appoints him as a court painter. അപ്പോൾ രാജാവിന് അവനിൽ ഒരു മതിപ്പ് തോന്നിയിട്ട് കൊട്ടാരത്തിലെ ചിത്രകാരനായിട്ട് നിയമിച്ചു. But then towards the end of the paragraph we can see that how Archduke makes a comment. Till is a very talkative fellow. അപ്പോൾ അവസാന പാരഗ്രാഫിൽ രാജാവ് കമൻ്റ് ചെയ്യുന്നുണ്ട്, ടില്ല് ഭയങ്കര സംസാരപ്രിയനാണ്. Okay, so that was a summary of all the 3 paragraphs that we had done in the previous class. അപ്പോൾ ഇതാണ് 3 പാരഗ്രാഫിലും നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ചുരുക്കം. Now shall we proceed to the 4th paragraph? എന്നാൽ ഇനി 4ാമത്തെ പാരഗ്രാഫ് തുടങ്ങാം. Okay, now all of you take out your textbook and be ready. എല്ലാവരും അവരുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. Your Highness,
May it please you to remember me and my donkey Jeff for just one more minute. നിങ്ങൾ എന്നെയും എൻ്റെ കഴുതയായ ജെഫിനെയും ഒരു വട്ടം കൂടി ഒന്ന് ഓർക്കണം. Till replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. ടില്ല് മറുപടി പറഞ്ഞാൽ എൻ്റെ ഡോങ്കി കഴുത ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ്, സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു, ഫെയർലി വെൽ, നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചു. അവർ വരുന്ന സമയത്ത് തോൺസ് ഇൻ ദി ഹെഡ്ജ്, അതായത് ഈ വേലിച്ചെടികളുള്ള മുള്ളുകളും അതുപോലെ തന്നെ ഗ്രാസ് ഓൺ ദി റോഡ് സൈഡിലുള്ള പുല്ലുകളും. But I have had nothing to eat for the past 3 days. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. My stomach has been complaining very loudly. എൻ്റെ വയറ് ഉച്ചത്തിൽ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, അതായത് ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെന്ന് പറയാണ്. Perhaps your highness can even hear it now. ഒരു പക്ഷേ ആ സൗണ്ട് നിങ്ങൾക്കും കേൾക്കുന്നുണ്ടായിരിക്കാം, അതായത് ആ ബിഷപ്പിൻ്റെ വിളിയാളം നിങ്ങൾക്കും കേൾക്കുന്നുണ്ടായിരിക്കാം എന്ന് പറയാം. രാജാവിനോട് ടില്ല് പറയാണ്. I have been feeding myself with the dreams of good food and drink at your royal table. രാജകീയമായ നിങ്ങളുടെ ടേബിളിൽ നിന്നും ഭക്ഷണവും അതുപോലെ തന്നെ കുടിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. The Archduke smiled and said, well, ആർച്ച് അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? തീർച്ചയായിട്ടും എൻ്റെ ഡിയർ ഫെലോ, നിങ്ങൾക്ക് തരും. യു വിൽ സർട്ടൻ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ, നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ തരും. പക്ഷേ നിങ്ങളുടെ കഴുത എവിടെ? I left him outside opposite the palace. I shall be most grateful if Jeff is looked after. കഴുതയെ ഞാൻ കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. He needs a little fodder and lodging at night, said Till. നിങ്ങൾ ജെഫിൻ്റെ കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നാകും. അവന് രാത്രിയിൽ കുറച്ച് ഭക്ഷണവും അതുപോലെ തന്നെ അവന് താമസിക്കാൻ ചെറിയൊരു ഇടവും മതി. The Archduke immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. ആർച്ച് ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തു. നമ്മുടെ ടില്ലിൻ്റെ ഡോങ്കിയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് അവരുടെ സ്വന്തം മൃഗങ്ങളെപ്പോലെ നോക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു. Before long, supper was served and it was like a wedding feast. താമസിയാതെ അദ്ദേഹത്തിന് അത്താഴം വിളമ്പി. അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കല്യാണത്തിന് വിളമ്പുന്നത് പോലെ തന്നെ രാജകീയമായിട്ട് അദ്ദേഹത്തിന് അത്താഴം വിളമ്പി കൊടുത്തു. The tables were loaded with every kind of food and drink. പല തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് ടേബിൾ മൊത്തം നിറഞ്ഞു. Wine flowed like water. വൈനൊക്കെ വെള്ളം പോലെ ഒഴുകി. The courtiers stuffed themselves with the choicest dishes. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ, അതുപോലെ ഉന്നത ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വിളമ്പിയിട്ട് കഴിച്ചു. The Archduke made Till eat and drink until his stomach was about to burst. ആർച്ച് ഡ്യൂക്ക് ടില്ലിൻ്റെ വയറ് പൊട്ടുവോളം അല്ലെങ്കിൽ ഫുള്ളായിട്ട് നിറയുവോളം ഭക്ഷണം വിളമ്പിക്കൊടുത്തു. The Archduke too ate heartily. ആർച്ച് ഡ്യൂക്കും അവൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു. His face was flushed with drink. അപ്പോൾ വൈൻ കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്തിരുന്നു. But he seemed lost in thought. പക്ഷേ അദ്ദേഹത്തെ ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ കാണപ്പെട്ടു. He suddenly looked up and said loudly. അവൻ മുകളിലേക്ക് നോക്കിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants.
അപ്പോൾ വരും തലമുറ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കൊട്ടാരം പെയിൻറ്റർ കൊണ്ട് വരപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയാണ്. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. മുൻഗാമികളുടെ ചിത്രം ചുമരിൽ തൂങ്ങുന്നത് പോലെ എൻ്റെയും ചിത്രം ചുമരിൽ പെയിൻറ്റ് ചെയ്ത് വെക്കണം, വരും തലമുറക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് രാജാവ് ഉദ്ദേശിച്ചത്. It is sad to think of death. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. We do not know when God will think fit to summon us. ദൈവം നമ്മളെ തിരിച്ചെടുക്കുന്ന സമയം ഏതാണെന്ന് നമുക്ക് അറിയില്ല. But our portrait should be painted. അപ്പോൾ അതെന്തായാലും എൻ്റെ ചിത്രം വരച്ചിരിക്കണം എന്നാണ് പറയുന്നത്. Okay, children, I want you to read the passage well so that I can ask you some questions. Read the passage silently. Are you ready to answer questions? Okay, here goes the first one. അപ്പോൾ ഇത്രയും എടുത്ത ഭാഗങ്ങളിൽ നിന്നും ചില ക്വസ്റ്റ്യന് ടീച്ചർ നമ്മോട് ചോദിക്കുകയാണ്. How did Till explain his hunger? ടില്ല് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിശപ്പ് വിശദീകരിച്ചത്? Just find out the answer from the beginning of that paragraph. Did you find it? So his donkey, Jeff, had been feeding itself on the thorns in the hedges and grass on the roadside. But I have had nothing to eat for the past 3 days. So Till has travelled a lot and ടില്ല് ഒരുപാട് ദൂരം യാത്ര ചെയ്തു. what about his donkey? Jeff had sufficient food. But ഡോങ്കിക്ക് മതിയായ ഭക്ഷണം വഴിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. Till had not eaten anything for the past 3 days. പക്ഷേ ടില്ല് 3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. Okay, now there is an expression said by Archduke that my dear fellow, you will certainly have something more solid than dreams to feed on. Okay, so what does that expression mean? Can you guess the meaning of that expression? Yes. Yeah, I can hear the answers. Okay, correct. So Till would have definitely have his dreams fulfilled more than he could ever imagine. So ടില്ല് അവൻ സ്വപ്നം കണ്ടതിനേക്കാളുമുള്ള അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവൻ നേടിയെടുത്തു. since he is an archduke, he is ready to fill all his dreams. ആർച്ച്ഡ്യൂക്ക് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ റെഡിയായിരുന്നു. Okay, coming to the next question based on that paragraph. How was the donkey treated? So what is it? ടില്ലിൻ്റെ കൈതൊക്കെ എങ്ങനെയാണ് സ്വീകരണം ലഭിച്ചതെന്നാണ് അടുത്ത ചോദ്യം. Yes, children, tell me. How was the donkey treated? So by the way, what is the name of the donkey? It is Jeff. അതുപോലെ കുട്ടികൾ നിങ്ങൾ പറയൂ, അതുപോലെ തന്നെ ആ ഡോങ്കിയുടെ പേരെന്താണ്? പേരാണ് ജെഫ്. Jeff. So how was Jeff treated? We can see that Archduke is very generous. ജനറസ് എന്ന് പറഞ്ഞാൽ ഉദാരമായിട്ട്. അപ്പോൾ ടില്ലിൻ്റെ കഴുതൊക്കെ അവന് ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും മടി കാണിച്ചില്ല ആര്? ആർച്ച്ഡ്യൂക്ക്. In taking care of Till, that he immediately orders his courtiers or his servants to take care of the Jeff like one of his own animals. ആർച്ച്ഡ്യൂക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം മൃഗങ്ങളെ നോക്കുന്നത് പോലെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ അവരുടെ കാവൽക്കാരോട് പറഞ്ഞു, ജെഫിനെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. Okay, can I ask you a question? How was the supper served in the palace? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ അത്താഴം? കൊട്ടാരത്തിൽ വിളമ്പിയ അത്താഴം എങ്ങനെ ഉണ്ടായിരുന്നു? Okay, supper is an evening meal. So how was the supper served in the palace? അപ്പോൾ സപ്പർ എന്ന് ഉദ്ദേശിച്ചത് വൈകുന്നേരത്തെ ഭക്ഷണമാണ്. അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. Okay, the answer is there in the beginning itself. Did you see? The supper was served to Till like a wedding feast. The tables were loaded with every kind of food and drink. And since it was a palace, wine flowed like water. അപ്പോൾ അവന് വിളമ്പിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കല്യാണ പരിപാടിക്ക് വിളമ്പുന്നത് പോലെ തന്നെയാണ് വിളമ്പിയത്. അതുപോലെ തന്നെ ടേബിളിലൊക്കെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പാനീയങ്ങളും നിറഞ്ഞിരുന്നു.
അതുപോലെ തന്നെ വൈനൊക്കെ ഒരു വെള്ളം ഒഴുകുന്നത് പോലെയാണ് അവനക്ക് അനുഭവപ്പെട്ടത്. Okay, coming to the next question. What was Archduke's demand to Till? അപ്പോൾ ടില്ലിനോട് ആർച്ച് ഡ്യൂക്കിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. Okay, now we can see that Archduke expresses a desire. So after having heavy meal, after having a feast like a wedding meal, Archduke immediately expresses his desire to Till. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ടില്ലിന് നല്ല ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഈ ചോദ്യം അവനോട് ചോദിച്ചത്. And we know that Till is a painter. And what was Archduke's demand? So think and tell. Can you find out the answer? Yes, correct. That is, Archduke asks Till to paint a portrait so that he could leave it to the memory of his descendants. തൻ്റെ പിൻഗാമികൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് ഡിമാൻഡ് ചെയ്തത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത്. Did you get that line? Okay, now tell me, who are the descendants? Descendants are the people who are related to you, and they are the ones who lives after you. It can be your child or grandchild. അപ്പോൾ ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ പിൻഗാമികൾ, നമ്മുടെയൊക്കെ മരണശേഷം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഒക്കെയാണ് പിൻഗാമികളായിട്ട് വരിക. അതാണ് പിൻഗാമികൾ എന്ന് ഡിസെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So he wanted Till to paint a portrait so that he could leave it in the memory of his descendants. Okay children, did you understand? Okay, let's go to the next paragraph. Okay children, look at the next paragraph, paragraph number 6. അപ്പോൾ 5 പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. ഇനി 6ാമത്തെ പാരഗ്രാഫിലേക്ക് പോവുകയാണ്. Till quickly replied, "Your lordship's slightest wish is to me command." അങ്ങയുടെ ചെറിയൊരു ആഗ്രഹം പോലും എനിക്കൊരു കൽപ്പന പോലെയാണ് തോന്നുന്നത്. All the same, I do feel rather unhappy about the painting, your lordship, all by yourself. എന്നാലും താങ്കളുടെ ചിത്രം മാത്രമായിട്ട് വരയ്ക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. Is it not terrible to think of your lordship being lonely forever and ever? നിങ്ങൾ ഒറ്റക്ക് നിൽക്കുന്ന ചിത്രം വരച്ചാൽ നിങ്ങൾ എക്കാലത്തും ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഏകാധിപതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു പോകും. Don't you think, ladies and gentlemen? അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള മറ്റുള്ളവരോട് തിരിഞ്ഞിട്ട് ടില്ല് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? That His Highness should be accompanied at least by Her Highness, her ladies, the noble generals and the captains who adorn this court. എന്നിട്ട് ടില്ല് പറയാണ്, ചുരുങ്ങിയത് അത് ചിത്രം വരക്കുമ്പോൾ, രാജാവിൻ്റെ ചിത്രം വരക്കുമ്പോൾ രാജാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയെ പരിചരിക്കുന്ന പരിചാരകർ, അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് പ്രമാണിമാർ, അതുപോലെ കൊട്ടാരത്തിലെ മെയിനായിട്ടുള്ള കുറച്ച് കാവൽക്കാർ, ക്യാപ്റ്റൻസ് ഒക്കെ ഈ ഒരു ചിത്രം വരക്കുമ്പോൾ അവരും കൂടി കൂടെ വേണമെന്നാണ് ടില്ല് പറയുന്നത്. A court like this has few rivals in splendor, loveliness and chivalry. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇതിന് കുറച്ച് പ്രതാപവും അതുപോലെ തന്നെ കുറച്ച് കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതുപോലെ തന്നെ കുറച്ച് വീരത്വം ഒക്കെ ലഭിക്കുന്ന രീതിയിൽ വേണം ചെയ്യാമെന്ന് പറയാണ്. In the midst of such valor and beauty, ഇങ്ങനൊരു വീരത്വത്തിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് I will make my lord and lady shine forth like the moon surrounded by the lanterns. ചന്ദ്രൻ്റെ ചുറ്റുമുള്ള വിളക്കുകളെ പോലെ നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും ഞാൻ പ്രകാശിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിമുഖപ്പെടുത്തും എന്ന് പറയുകയാണ്. The Archduke thought that it was a good idea. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ചിന്തിച്ചു, ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് ചിന്തിച്ചു. Well, my friend, your painting will be a great piece of art. What reward do you expect for it? അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറയുകയാണ്, നിങ്ങളുടെ പെയിൻറ്റിങ് നല്ലൊരു പെയിൻറ്റിങ് ആയിരിക്കും, അപ്പോൾ എന്ത് പ്രതിഫലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 100 pieces of gold. You can pay me now or later, just as you please. അപ്പോൾ 100 സ്വർണ്ണ കഷ്ണങ്ങളാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ഒന്നെങ്കിൽ ഇപ്പോൾ നൽകാം, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നൽകിയാലും മതി എന്നാണ് ടില്ല് പറയുന്നത്. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. അപ്പോൾ 100 കഷ്ണം സ്വർണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കുള്ള
പ്രതിഫലം മുൻകൂട്ടി തന്നെ ഇതാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. My Lord, you are the most generous of masters. നിങ്ങൾ വളരെ ഉദാര മനസ്സുള്ള ഒരു രാജാവാണെന്ന് ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു. You have filled my lamp with oil. It will forever burn in your honor. നിങ്ങൾ എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചു തന്നു, അതിന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. അതായത് ക്യാഷ് കൊടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് രാജാവിനെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. Okay, children, did you go through that paragraph? Read it again. I'll wait for a few seconds for you to read. Yes, read. അപ്പോൾ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാൻ വേണ്ടി പറയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എല്ലാവരും വായിക്കുമെന്ന് പറയാണ്. Before I can ask you some questions. Okay, now tell me, what idea did Till put forward? അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യമാണ്, ടില്ല് മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? Yes, find out from that paragraph. Correct. So Till wanted to paint a portrait with His Highness, Her Highness and all the courtiers. അപ്പോൾ എന്താണ് ആശയം എന്ന് വെച്ചാൽ, പെയിൻറ്റ് ചെയ്യുമ്പോൾ രാജാവിൻ്റെ കൂടെ രാജാവിൻ്റെ വൈഫും അതുപോലെ തന്നെ അവിടുത്തെ പ്രമാണിമാരും ഉണ്ടാവണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഐഡിയ. Now who are compared to the moon and the lantern? Can you? ചന്ദ്രനും അതുപോലെ അതിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയത് ആരെയാണ്? Can you find out? The answer is there towards the end of that paragraph. Just find out. Yes, correct, children. So the moon refers to Archduke and Her Highness, and lanterns refers to the courtiers. രാജ്ഞിയെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രമാണിമാരെയും ഒക്കെയാണ് അതുമായി ബന്ധപ്പെടുത്തിയത്. What did Till ask for his painting? രാജാവിൻ്റെ ചിത്രം പെയിൻറ്റ് ചെയ്യുന്നതിന് എന്ത് പ്രതിഫലമാണ് ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് ചോദിച്ചത്? What did Till ask to the Archduke for his painting? Or rather, what reward does Till demand from Archduke? Find out the answer. The answer is very simple. He demands from Archduke 100 pieces of gold. അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ടില്ല് ഡിമാൻഡ് ചെയ്തത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് 100 കഷ്ണം ഗോൾഡ്, അതായത് 100 കോയിൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗോൾഡാണ് ആവശ്യപ്പെട്ടത്. Okay. Now there is an expression that is told by Till, that is, you have filled my lamp with oil. What does it mean? അപ്പോൾ ഇവിടെ ഒരു പദപ്രയോഗമുണ്ട്. ടില്ല് പറഞ്ഞു, എൻ്റെ വിളക്കിലേക്ക് നിങ്ങൾ എണ്ണ ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. You have filled my lamp with oil. You can picturize it in your mind, isn't it? So what does it mean? The Archduke is generous enough to make Till rich, or he had given Till enough to live for the rest of his life. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആർച്ച് ഡ്യൂക്ക് ടില്ലിന് ഉദാരമായിട്ട് പണം കൊടുത്തു, അതായത് 100 പീസ് ഓഫ് ഗോൾഡ് കൊടുത്തല്ലോ. അപ്പോൾ അത് അവൻ്റെ വരും ജീവിതത്തിൽ അവന് ഉപകരിക്കും, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മതി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത്. So shall we proceed to the next paragraph? Okay, children, look at the next paragraph. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. The next day, Till asked the Archduke to allow him to see all the courtiers who were to be painted along with him. ടില്ല് പിറ്റേ ദിവസം ആർച്ച് ഡ്യൂക്കിനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ വരക്കാൻ ഉദ്ദേശിക്കുന്ന അവിടുത്തെ പ്രമാണിമാരെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ആർച്ച് ഡ്യൂക്കിനോട് ടില്ല് ചോദിച്ചു. They came and saw him one by one. അവരെല്ലാവരും അങ്ങോട്ട് വന്നു, ഓരോരുത്തരായിട്ട് അദ്ദേഹം നോക്കി. The first to come was Commander-in-Chief of the army. കൊട്ടാരത്തിലെ സൈന്യത്തിൻ്റെ കമാൻഡർ ഓഫ് ചീഫാണ് ആദ്യം വന്നത്. He was a short, fat, bald man with an enormous paunch. അദ്ദേഹം കുറച്ച് ചെറുതായിട്ട്, വലിയ നീളമില്ലാതെ, അതുപോലെ തന്നെ തടിച്ചിട്ട്, അതുപോലെ കഷണ്ടിയൊക്കെ ആയിട്ട്, പിന്നെ അതുപോലെ തന്നെ
കുടവേറൊക്കെ ചാടിയിട്ടുള്ള ഒരാളായിരുന്നു. He whispered in Till's ear. അദ്ദേഹം ടില്ലിൻ്റെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. When you paint my picture, remember you are to make me look handsome. നിങ്ങൾ എൻ്റെ ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വരക്കുന്ന സമയത്ത് നല്ലപോലെ കാണാൻ സുന്ദരനായിട്ട് എന്നെ വരക്കാൻ വേണ്ടി ഓർമ്മിക്കണം എന്നാണ് പറയുന്നത്. If you do not make my stomach look flat, I will have you hanged. നിങ്ങൾ എൻ്റെ വയറ് ഫ്ലാറ്റ് ആക്കിയിട്ട്, അതായത് ഇപ്പോൾ കുടവേറാണല്ലോ, അപ്പോൾ അത് ഫ്ലാറ്റ് ആക്കിയിട്ട് നല്ല കുടവേറില്ലാത്ത രീതിയിൽ വരച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കിക്കൊല്ലും എന്നാണ് പറയുന്നത്. Remember, I was once a very handsome soldier. പണ്ട് ഞാൻ വളരെ സുന്ദരനായിട്ടുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു. An elderly lady came next. അടുത്തതായിട്ട് ഒരു പ്രായമുള്ള അല്ലെങ്കിൽ ഒരു മുതിർന്ന സ്ത്രീയാണ് വന്നത്. She had a large hump on her back. അവളുടെ പുറകിൽ വലിയൊരു കൂനുണ്ടായിരുന്നു. Sir Painter, she said softly. അപ്പോൾ സ്ത്രീ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ പെയിൻറ്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, അതായത് ഒരു മയത്തിൽ വന്നിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, Make me look young and beautiful. വരക്കുമ്പോൾ എന്നെ കാണാൻ ചെറുപ്പവും സുന്ദരിയുമായിരിക്കണം. And if you don't remove the lump on my back and supply what I lack in beauty, I will have you torn to pieces. എൻ്റെ പുറകിലുള്ള ഹമ്പ് ഒഴിവാക്കാതെ നിങ്ങൾ വരക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ അഭാവത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കഷ്ണമാക്കും. Pieces. A young lady who was a companion of the Duchess came in as soon as the old lady left. അപ്പോൾ ആ സ്ത്രീ പോയ ശേഷം ഒരു യങ്ങായിട്ടുള്ള ലേഡിയാണ് വന്നത്. അവൾ ഡച്ചസസ് എന്ന് പറഞ്ഞാൽ പ്രമാണിയായിട്ടുള്ള ഒരു ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന എന്നൊക്കെയാണ്. അവരുടെ ഒരു കൂട്ടുകാരിയാണ് ഈ ലേഡി. She was young and pretty but had lost 3 of her front teeth in an accident. കാണാൻ ചെറുപ്പവും അതുപോലെ തന്നെ ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ മുന്നിലെ 3 പല്ല് പോയിട്ടുണ്ട്. She warned Till അവൾ ടില്ലിനോട് താക്കീതായിട്ട് പറഞ്ഞു that if in her picture she didn't see herself smiling അവളുടെ ചിത്രത്തിൽ അവൾ ചിരിക്കുന്നതായിട്ട് കാണാൻ പാടില്ല. with a perfect set of pearly teeth, എങ്ങനെ വെച്ചാൽ നല്ല വെളുത്ത പല്ലുകളല്ലാത്ത രീതിയിൽ എൻ്റെ ഫോട്ടോ അതിൽ വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. she would have him cut into small bits by her lover. She pointed to the captain of the guards. അവളുടെ ലവറായ ക്യാപ്റ്റൻ ഓഫ് ഗാർഡിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവനെ കഷ്ണമാക്കുമെന്ന് അവനോട് അവൾ പറഞ്ഞു. Similar requests and threats continued until he had finished with the last of the courtiers. അപ്പോൾ ഇതുപോലത്തെ അപേക്ഷകളും ഭീഷണികളും അവസാന പ്രമാണി വരെ തുടർന്നുകൊണ്ടേയിരുന്നു. Then the Archduke sent for him and ടില്ലിനെ വിളിച്ചിട്ട് പറഞ്ഞു said, My dear fellow, I want your portrait to be perfect in every detail. നിങ്ങൾ വരക്കുന്ന ചിത്രം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണം. You are to paint all my courtiers exactly as we see them. നിങ്ങൾ വരക്കുന്ന ചിത്രത്തിൽ കോർട്ടിയേറ്റ്, അതായത് ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ വേണം. If you leave out a mole, a pimple or a single grey hair, I will have you slaughtered like. നിങ്ങൾ വരക്കുന്ന ചിത്രത്തിൽ നിന്നും ഒരു മറുകോ അല്ലെങ്കിൽ ഒരു മുഖക്കുരുവോ അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള ഒരു നരച്ച മുടിയോ വിട്ടുപോയാൽ ഒരു പന്നിയെ കശാപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളെ ഞാൻ കശാപ്പ് ചെയ്യുമെന്ന് രാജാവ് ടില്ലിനോട് പറഞ്ഞു. Like a pig. Did you read that paragraph? Okay, children. So who are the characters that are mentioned newly in this paragraph? Can you tell me? അപ്പോൾ ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പുതുതായി വന്ന 3 കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നത്. You can just have a look at the previous paragraph also. There it is mentioned 1 character and the remaining 2 characters are mentioned in this paragraph. Did you find it? Yes, correct. It is Commander-in-Chief, then elderly lady and the young lady. Okay children, now tell me,
How does elderly lady wanted herself to be portrayed in the picture? അപ്പോൾ ആ പ്രായം കൂടിയ സ്ത്രീ നമ്മുടെ ടില്ലിനോട് എന്ത് ഡിമാൻഡാണ് അല്ലെങ്കിൽ എന്ത് ആവശ്യമാണ് ഉന്നയിച്ചത്? Find out. The elderly lady asked Till to make her young and beautiful and told him that if he did not remove the lump from her body and if he would not make her more beautiful, she would have Till torn to pieces. Okay, she had a hump on her back. Okay, what is the meaning of hump? Hump is a raised part in the part of a body. So she had a hump on her back and he wanted Till to remove that hump and make her look more beautiful. And she gives him a warning that if he does not do like this, she will tear him to pieces. Okay, coming to the next question. How does the young lady wanted herself to be portrayed? അപ്പോൾ യങ് ലേഡി അവളുടെ ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്? So as such, young lady was beautiful and pretty, but she had only one defect. What was it? She had lost 3 of her front teeth. Now, in which way she wanted herself to be portrayed? She wanted herself to be portrayed with a perfect set of pearly teeth. And again she also warns him that Till does not replace her pearly set of teeth, she would cut him to bits by her lover. And who is her lover? Lover is captain of the guards. Now, how does commander-in-chief wanted himself to be portrayed? കമാൻഡർ ചീഫിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? Can you find out the answer? The answer is right in front of you. Just look. Yes, did you get the answer? Tell me the answer. He was a short, fat, bald man with an enormous paunch. So commander-in-chief told Till to make him look more handsome and to make his stomach look flat. Otherwise, he also gives a warning that he will hang Till. Please tell me, what was the warning that Archduke gives to Till? അതുപോലെ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് എന്ത് വാണിംഗ് ആണ് പറഞ്ഞത്? Find out from that paragraph. Archduke wanted his portrait to be perfect in every detail and tells Till that he should paint or portray all the courtiers exactly as he sees them. And he wants Till that if he leaves out a mole, a pimple or a grey hair, he would slaughter him or kill him like a pig. Of course, so this was a great warning, or it was a very severe warning given by Archduke that puts Till into a dilemma. So we'll do a small language activity. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാം. Are you ready? An activity on tag questions that is given in page 25. It is activity 1 in page 25. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജിലാണ് ഈ ആക്ടിവിറ്റി ഉള്ളത്. Question tag. Okay, now what is this question tag? അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ടാഗുകളെ കുറിച്ച് പഠിക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? Question tag is usually used to confirm a sentence. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗുകൾ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ചില സെൻറ്റൻസുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൽ വരുന്നത് ഗ്രാമറാണ്. അപ്പോൾ അത് നിങ്ങൾ ടീച്ചറുമായിട്ട് വാട്സപ്പ് മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കഥയുടെ ഒരു അസൈൻമെൻറ്റും ഉണ്ട്, അപ്പോൾ അതും ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കഥയുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാം. ഞാൻ കമൻറ്റായിട്ട് ചെയ്താൽ മതി, ഞാൻ അതിന് ആൻസർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺ ആക്കിയിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.